ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഞാൻ കരുതി ഇനി കുറച്ചും കൂടി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് എൻ്റെ ചാനലിൽ. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇടവകദിനം ഉണ്ടാവാറില്ലേ നമ്മുടെ പള്ളിയിൽ. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിൽ ഇടവകദിനമാണ്. അപ്പോൾ എനിക്ക് ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഉച്ച തിരിഞ്ഞാണ് ഇടവകദിനം. ഞാൻ വന്ന വഴിക്ക് തന്നെ വേഗം കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് ഞങ്ങളപ്പോൾ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുർബാനയുണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാവും. നമ്മളൊരു ഫുഡുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് അധികം ഡിസ്റ്റൻസിൽ ഒരു 25 മിനിറ്റ്സേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഹോൾ എടുത്തിട്ടാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് യൂഷ്വലി ഉണ്ടായിരുന്ന പള്ളി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മെയിൻ്റനൻസിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നും നടക്കാറില്ല. അപ്പോൾ നമുക്ക് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഹോൾസ് കിട്ടണത്, അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഒരു പ്രോഗ്രാംസ് ആയാലും. കുർബാന ഇപ്പം നടത്തുന്നത് വേറൊരു പള്ളിയിലാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും വന്നു എന്ന് തോന്നുന്നത്. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി ഫ്രഷ് ആയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയും വണ്ടി ഇട്ടിട്ട് വേഗം ചെല്ലാം കേട്ടോ. ഞാൻ വന്നപ്പോൾ കുർബാന കഴിഞ്ഞിട്ടുണ്ടായില്ല, കുറച്ച് നേരം കുർബാന കൂടി. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞൊരു ക്ലിപ്പ് എടുത്താണ്. അപ്പോൾ നല്ല തണുപ്പായിട്ട് എല്ലാവരും ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ സഭയിലാണ് ഇത് ആചരിക്കപ്പെടുന്നതെന്നും നമ്മൾ സഭയുടെ ഭാഗമാണെന്നും ഉയർത്തെഴുന്നേൽച്ച ക്രിസ്തു എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ തോമായുടെ ഒരു ഗുണമെന്നു വെച്ചാൽ ക്രിസ്തുവിന്റെ മരണം മുന്നിൽ കണ്ട എല്ലാ ശിഷ്യന്മാരും പേടിച്ച് വിറച്ച് ഒരു മെറിയിൽ കയറി ഇരുന്നുകൊണ്ട് എനിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ പുറത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നടക്കുന്നത് അറിയാൻ ധൈര്യത്തോടെ ഇറങ്ങിയ ഒരു വ്യക്തി തോമാസ് ലീഗയാണ്. ആ തോമാസ് ലീഗ ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുകയാണ്, ഞാൻ കർത്താവിനെ കണ്ടു. അപ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകളിടുകയും അവനെ കാണുകയും ചെയ്യുന്നതല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ആ ധൈര്യം. കുർബാന കഴിഞ്ഞ് വയ്ക്കാൻ നമുക്ക് കോഫിയും പിന്നെ സ്നാക്സും അവിടെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു, കോഫി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വെൽക്കം സ്പീച്ചും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. മഹാരാജത്തിന്റെ ഭരണാധിപനെ മാറിയ സംഭവമായ കഥയിലെ ഒരു അധ്യായം. അതെ, ദാവീദും ഗോലിയാത്തും. ഞാനൊരു ഫിലിസ്തീനാണ്, നിങ്ങൾ സാമുവേലിന്റെ സേവകരല്ലേ. നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തു, അവൻ എന്നോട് ബന്ധട്ടെ. അവൻ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഫിലിസ്തീയർ നിങ്ങളുടെ അടിമകളാകാം. അതെല്ലാം മറിച്ചാണെങ്കിൽ നിങ്ങൾ ഇസ്രായേലിയർ ഞങ്ങളുടെ അടിമകളാകുമോ? പറയൂ, ചൂടികളവൻ എന്നെ വെല്ലുവിളി സ്വീകരിക്കൂ. അതേസമയം ദാവീദിന്റെ ഭവനത്തിൽ ദാവീദ് മലരും അപ്പവും നിന്റെ സഹോദരന്മാർക്ക് പോയി കൊണ്ടുകൊടുക്കണം. കുറച്ച് സ്കിറ്റും മോണാക്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബൈബിൾ കളേഴ്സിന് പോയവരുടെ ഫസ്റ്റ് കിട്ടിയവരുടെയൊക്കെ പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ അടിപൊളി ബോളിവുഡ് ഡാൻസ് ഉണ്ടായിരുന്നു. നൈസായിരുന്നു, പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളുടെ സെൽഫി സെക്ഷൻ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബേബീന്ന് എൻ്റെ അപ്പൂസാണ്, അഭിനർ എൻ്റെ ഫ്രണ്ടിൻ്റെ ബേബിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണിയും ചിക്കനും പായസമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ സോനേനെയും ഹസ്ബൻഡിനെയും ബേബീനെയും നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോയി.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നിൽക്കുന്ന അതിൻ്റെ മേലെ ഒരു ഹോട്ടൽ പോലെയാണ്. അപ്പോൾ അവിടെ നല്ല വലിയൊരു പിയാനോ ഉണ്ട്, റിസപ്ഷനൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ജസ്റ്റ് കാണാൻ കയറിയതാണ്. നൈസായിരുന്നു. വലിയ പിയാനോ വായിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ നന്നായി അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വീട്ടിലോട്ട് പോയി. ഞങ്ങള് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. നിന്റെ ഇങ്ങനെ ഇതെടുത്ത് കഴിഞ്ഞാൽ നിന്റെ What you watching? Appus, do you love me? Do you love me, Appus? Appus, look at me. അവർ കാര്യമായിട്ടൊരു കാറ് മേടിക്കേണ്ട കാര്യം നോക്കിക്കൊണ്ടിരിക്കട്ടെ, ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. നൈസായിരുന്നു, നല്ല പോസിറ്റീവ് വൈബാണ്. സീ സൂൺ, ബൈ ബൈ.